നമ്മളിന്നൊരു വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്ത് നോക്കണത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ആരും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഇതെന്താണ് സംഭവം എന്നുള്ളത്. ഈ വാഴയുടെ ഇല കണ്ട, അപ്പോൾ ഈ ഇല വെച്ചിട്ട് നമ്മളൊരു ഹൽവയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി നമ്മുടെ ഒരു റിലേറ്റീവായിട്ടുള്ള സിന്ധു നാട്ടിലല്ല, ദുബായിലാണ്. അപ്പോൾ സിന്ധു കഴിഞ്ഞ ദിവസം ഞായറാഴ്ച വിളിച്ചിട്ട് ഇങ്ങനെ ഒരു റെസിപ്പി പറഞ്ഞു തന്നതാണ്. ആൾ ചെയ്യാറുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അതിൻ്റെ റെസിപ്പി പറഞ്ഞു തരും ചെയ്തു. അപ്പം നമ്മൾ എന്തായാലും ആ ഒരു റെസിപ്പി നമ്മളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ 3 നാക്കല എടുത്തിട്ടുണ്ട്. അത് നമ്മളൊന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരുപാട് ചള്ളലിയൊന്നും വേണമെന്നൊന്നുമില്ല, എന്നാൽ ഭയങ്കരമായിട്ട് മൂത്തല വേണ്ട കേട്ടോ. തീരെ ചള്ളാവുമ്പോൾ കളറ് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഇത് നന്നായി അരിഞ്ഞിട്ട് ഇതിൻ്റെ നീരെടുക്കാം. മിക്സിയിലടിച്ച് നീരെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം സ്റ്റെപ്പായിട്ട്. അപ്പോൾ നമ്മുടെ വാഴയിലേക്ക് നന്നായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വാഴയിലേക്ക് നന്നായി കഴുകിക്കോളോട്ടെ എല്ലാവരും ചീയുണ്ടെങ്കിൽ. അപ്പോൾ ഇതുപോലെ നന്നായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയിലടിച്ച് ഇതിൻ്റെ നീരെടുക്കാം. മിക്സിയിലടിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് വെള്ളം, വളരെ കുറച്ച്, ചിലപ്പോൾ 1-2 ടേബിൾ സ്പൂൺ വെള്ളം അങ്ങനെ ചേർത്തൊന്ന് അടിച്ചെടുക്കണം. അരിച്ച് നീരെടുക്കാം കേട്ടോ. എന്നിട്ട് കാണിച്ചു തരാം. അപ്പം നമ്മുടെ വാഴയില അരിഞ്ഞത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് വളരെ കുറച്ച്, ആകെ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് കുറച്ചൊഴിച്ചിട്ട് അടിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ വാഴയിലൊക്കെ നന്നായി അടിച്ച് പിഴിഞ്ഞ് ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇത് എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം ആദ്യം തന്നെ കേട്ടോ. എത്ര ഉണ്ടെന്ന് നോക്കാം. ഇത് നമ്മൾ ഏകദേശം ഈ ഗ്ലാസ് കൊണ്ട് ഒരു 1.25 ഗ്ലാസോളം വെള്ളം ചേർത്തിട്ടുണ്ടാവും കേട്ടോ. 1.25-1.5 കഷ്ടി. ഒരു ഗ്ലാസ് കറക്റ്റ് 2 ഗ്ലാസ്. അങ്ങനെ ഒരു തുള്ളി വെള്ളം, 2 ഗ്ലാസ് എന്ന് തന്നെ പറയാം. ഓക്കെ, നമ്മളിതിലേക്ക് നാളികേരപ്പാലാട്ടോ ഒഴിക്കുന്നത്. അത് 2 ഗ്ലാസ് നാളികേരപ്പാൽ ഒഴിച്ചു. ഇനി നമുക്കിതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ചേർത്തൊന്ന് കലക്കി കൊടുക്കാം. കട്ടിയിൽ വേണ്ട, കലക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്ന് കലക്കിയെടുക്കട്ടെ. നമ്മുടെ ഈ കോൺഫ്ലവർ കലക്കിയത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഏലക്കാപ്പൊടിയും ഇപ്പം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏലക്കും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ്, അതും കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അടുപ്പ് കത്തിച്ചു, നമുക്കിത് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. കൈ വിടാണ്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഹൽവയുടെ കൂട്ട് ഒന്ന് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഏകദേശം 1 ഗ്ലാസ് തന്നെ, 1 ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കും. മധുരം ഇനി ഒന്ന് നോക്കാം. മധുരം കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. നല്ല മധുരം വേണ്ട ആൾക്കാർക്ക് ഒരു 1.5 ഗ്ലാസ്സൊക്കെ ചേർത്ത് കൊടുക്കാം.
ശർക്കര ഉരുക്കി ചേർക്കാനോ അല്ലെങ്കിൽ ശർക്കര പൊടിയോ ഉണ്ടെങ്കിൽ അത് ചേർക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊരു ഓപ്ഷനാണ്. ശർക്കരയും നല്ലതാണല്ലോ, ശർക്കര ചേർത്താലും നല്ല. പക്ഷേ കളർ ചിലപ്പോൾ ഇത്ര ഭംഗി കിട്ടില്ല ശർക്കരയാവുമ്പോൾ. അതുകൊണ്ട് നമ്മൾ ശർക്കര ചേർത്തിട്ടില്ല. ഫസ്റ്റ് ആദ്യം ട്രൈ ചെയ്യണതല്ലേ, അപ്പം നോക്കി നമ്മൾ പഞ്ചസാര ചേർത്തിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. നല്ല പച്ച കളർ. ഇതുവരെ നമ്മൾ നെയ്യൊന്നും ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ. ഒന്നും കൂടി ഒന്ന് കുറുകിയതിന് ശേഷം നെയ്യ് ചേർക്കാം. നമ്മൾ 1 ഗ്ലാസ് പഞ്ചസാര ചേർത്ത് അത് ഉരുകി ചേർന്നു. മധുരം നോക്കിയപ്പോൾ മധുരം കുറവാണ്. അപ്പോൾ നമ്മളൊരു 1/2 ഗ്ലാസ് കൂടി ചേർക്കണ്ട കേട്ടോ. ഹൽവ എന്ന് പറയുമ്പോൾ അതിന് മധുരം വേണ്ടേ. മധുരം തീരെ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നന്നാവില്ലല്ലോ. അപ്പോൾ ഇനി തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഹൽവയുടെ കൂട്ട് ഈ പരുവത്തിലായിട്ടുള്ളൂ കേട്ടോ. നമ്മളിതുവരെ നെയ്യ് ചേർത്തിട്ടില്ല. ഇന്നിപ്പോൾ 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്കൊരു ഇത് ഇരിക്കട്ടെ. ചൂട് കഴിഞ്ഞു. നമ്മുടെ ഹൽവ ഈ പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. ഒരു 5-8 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാം. അപ്പോൾ ഏകദേശം ഇപ്പോൾ വെച്ചിട്ട് 40 മിനിറ്റ് ആയിൻ്റെ 40 മിനിറ്റായി വെച്ചിട്ട് ഉണ്ടോ. നമ്മൾ 2 സ്പൂൺ നിറയെ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ കൂടി ഒഴിക്കും. ആ ബദാമൊന്ന് ചെറുതായി നോക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് നെയ്യിൽ മൂപ്പിച്ചിട്ട് ഇതിലിട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാൻ നല്ലത്. പക്ഷെ അണ്ടിപ്പരിപ്പ് നമ്മുടെ അവിടെ ഇല്ല, കഴിഞ്ഞിരിക്കുക. അത് മറന്നുപോയി വാങ്ങിക്കാൻ. ഇത് അടപ്പത്ത് വെച്ചപ്പോഴാണ് അത് തപ്പി നോക്കിയപ്പോൾ ഇല്ല സംഭവം. കുഴപ്പമില്ല, ഇതായാലും മതി, ബദാമായാലും മതി. അപ്പോൾ നമുക്കിതിലേക്ക് ഈ ബദാമിനൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇതിലിട്ട് കൊടുക്കാം. 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ഓടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ടാ, പാത്രത്തിൽ നിന്ന് വിട്ടിട്ട് ഇനിയിപ്പോൾ അധികം സമയം വേണ്ട. കോൺഫ്ലവർ ചേർന്നുകൊണ്ട് തന്നെ നല്ല സെറ്റായിട്ട് കിട്ടും തണുക്കുമ്പോൾ. കണ്ടോ, അപ്പോൾ ഇതൊന്ന് ചൂടാക്കി എടുക്കട്ടെ. അര സ്പൂൺ കൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്ത് ചേർക്കണമെങ്കിൽ ചേർക്കട്ടോ, കുഴപ്പമൊന്നുമില്ല. നെയ്യും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്താലും നന്നായിരിക്കും. നല്ല വെളിച്ചെണ്ണയാകുമ്പോൾ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ നെയ്യ് ഉണ്ടായിരുന്നത് കൊണ്ട് നെയ്യ് ചേർത്തെന്ന് പറഞ്ഞു. സിന്ധു പറഞ്ഞു നെയ്യും വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കിയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ നെയ്യ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ബദാം കുറച്ചിട്ട് കൊടുക്കാം. കുറച്ച് ഇതിലിരിക്കട്ടെ, ഒരു ഭംഗിക്ക് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്നായിട്ട് ഇങ്ങനെ ഓടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് പാകമായി എന്നാണ് അതിൻ്റെ അർത്ഥം. വേണ്ട, അങ്ങനെ ഫൈനലി നമ്മുടെ പ്രോഡക്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബനാന ലീഫ് ഹൽവ. നമ്മളും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ. ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മുടെ പറമ്പിലൊക്കെ
മറ്റേ വാഴയൊക്കെ ഉണ്ടാവില്ലേ, ഇഷ്ടംപോലെ ആൾക്കാരുടെ വീടുകളിൽ, സ്ഥലമൊക്കെ അധികമുള്ള ആൾക്കാരുടെ വീട്ടിൽ നമുക്ക് വാഴ പോലും ഇല്ലാണ്ട് നമ്മൾ അയൽവാക്കക്കാരുടെ പറമ്പിൽ നിന്ന് പൊട്ടിച്ച ഇല കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻ്റൊക്കെ ചെയ്തോളെ മടിക്കാണ്ട്. അപ്പോൾ നമ്മുടെ ഹൽവേനെ നമ്മൾ പാത്രത്തിലേക്ക്, പ്ലേറ്റിലേക്ക് ഒഴിക്കുകയാണ്. നെയ്മയം പറ്റിയ പാത്രത്തിലേക്ക് തന്നെയാണ് കഴിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. നെയ്യ് നല്ലോണമൊക്കെ ഉണ്ടല്ലോ ഇതിലേക്ക് കുറച്ചുള്ളൂ. പാത്രത്തിൽ നിന്നൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വിട്ടു പോന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കനം കുറഞ്ഞിട്ടുണ്ടാവുള്ളൂ, അതിൽ കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് ഇതിൽ കുഴപ്പമില്ല. നമുക്ക് മീത കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട് അതിൽ, എന്നാലും ഒരു ഭംഗിക്ക് ഇരുന്നോട്ടെ. അങ്ങനെ നല്ല ഡാർക്ക് കറുപ്പാണോ പച്ചയാണോ എന്ന് തോന്നാത്ത രീതിയിലത്തെ കളറാണ് കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാൻ ചിലപ്പോൾ ആർക്കും വലിയ താല്പര്യം ഉണ്ടാവില്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക്, നന്നായിരിക്കും. വാഴയില എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് വാഴയില ഉണ്ടോ എന്നുള്ളൊരു ഇതുണ്ടാവേ. എനിക്കും ഫസ്റ്റ് അങ്ങനെ വാഴയില കൊണ്ട് ഹൽവ ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ എനിക്കും അങ്ങനെ തോന്നിയിരുന്നു. പക്ഷേ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല സൂപ്പറായിട്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇതിൽ നിന്ന് ഒരു സ്പൂൺ ഇതിലിടുമ്പോൾ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നെയ്യൊക്കെ ചേർന്നു, നാളികേരപ്പാൽ, നെയ്യ്, കോൺഫ്ലവർ 4.5 സ്പൂണ്. ഈ അളവിൽ നമ്മൾ 4.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് കേട്ടോ ചേർത്തത്. ആദ്യം നമ്മൾ 3 ടേബിൾ സ്പൂണേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷേ 1.5 ടേബിൾ സ്പൂൺ കൂടി ചേർത്തു പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ. അപ്പോൾ തന്നെ അത് കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. തണുക്കട്ടെ, അപ്പോൾ മുറിച്ചിട്ട് കാണിച്ചു തരാം. അത് നന്നായി തണുത്ത് വരട്ടെ, അതിന് ശേഷം കട്ട് ചെയ്തിട്ട് കാണിക്കട്ടോ. നമ്മുടെ ഹൽവ നന്നായി തണുത്തിട്ടുണ്ട്. നമുക്കിതിനൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. മീതിട്ട ബദാമാണ് കേട്ടോ അങ്ങനെ പോരുന്നത്. നന്നായി കട്ട് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടില്ല. നല്ല സോഫ്റ്റായിട്ട് നല്ല എങ്ങനെയാണ്ട എന്താ അങ്ങനെ ഇരിക്കുന്നുണ്ട്, ഭയങ്കര സോഫ്റ്റാ. അങ്ങനെ നമ്മുടെ വാഴയില ഹൽവ സൂപ്പർ.